പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങളിൽ CPIM നിർണായക തീരുമാനം നാളെ. പരാതികൾ ചർച്ച ചെയ്യാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് നാളെ യോഗം ചേരും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെയും നാളെ KPCCയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അൻവറിന്റെ മൊഴിയെടുക്കാൻ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും തീരുമാനിച്ചിട്ടുണ്ട്. വിശകലനവുമായി B. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നത്. ദിലീപ്, ഈ നിർണായകമായ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഇത് വരുമെന്ന് കരുതാമോ? MV ഗോവിന്ദൻ പ്രധാന നേതാക്കളുമായി കൂടിയാലോചനകൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? വേണു, PV അൻവർ MLA ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട് പരാതി നൽകിയിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് തന്നെയാണ് MV ഗോവിന്ദനും നൽകിയത്. ഇക്കാര്യം പരിശോധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗം എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഏറ്റവും പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള രണ്ടുപേരാണ്. ADGP MR അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും. ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ തലവൻ എന്ന നിലയിൽ. അതേസമയം രാഷ്ട്രീയമായ തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈക്കൊള്ളാവുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിലാണ്. P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമോ? MR അജിത് കുമാറിനെ ഈ അന്വേഷണം കഴിയും വരെയെങ്കിലും ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്യുമോ? ഈ രണ്ടു കാര്യങ്ങൾ എന്തു തീരുമാനം CPIMൽ നിന്നുണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CPIMൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ ഈ വളരെ നിശിതമായ വിമർശനം ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും CPIM നേതാക്കളെ പ്രവർത്തകർ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പാർട്ടി അംഗങ്ങൾ ഇരുത്തി പൊരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഇനിയിപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടണമെങ്കിൽ, കഴിഞ്ഞ തവണത്തെയെങ്കിലും വിജയം നിലനിർത്തണമെങ്കിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രശ്നപരിഹാരം ഉണ്ടായേ മതിയാകൂ എന്ന നിലപാടിലാണ് CPIM അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ എന്തു തീരുമാനം കൈക്കൊള്ളുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണു, ശരി. ഷഫീദ് റാവുത്തറും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ നിയമനമാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പോലീസും പാർട്ടിയുമായുള്ള ബന്ധം അത് സുഗമമാക്കാനുള്ളൊരു പാലമായി ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരുന്നത് നിർവഹിക്കേണ്ട ചുമതല കൂടിയാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ളത്. അവിടെയാണ് ഗുരുതരമായ വീഴ്ച വന്നിരിക്കുന്നതും സ്വയം ഒരു സൂപ്പർ മുഖ്യമന്ത്രി എന്ന വിമർശനത്തിനിടയാക്കുന്ന സമാന്തര സംവിധാനമായി അത് ശശി മാറ്റുകയും ചെയ്തിരിക്കുന്നത് പരാതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇനി എന്ത് ന്യായീകരണം ചമച്ചാലും സെക്രട്ടേറിയറ്റിൽ ശക്തമായി തന്നെ ശശിക്കെതിരായ നീക്കത്തിന് ഇപ്പോഴത്തെ ഈ ആരോപണം, പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എല്ലാം പാർട്ടി ആയുധമാക്കില്ലേ? വേണുക്കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി CPIMൽ ഈ P ശശിക്കെതിരെ കാര്യമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു. അത് ഈ സാധാരണഗതിയിൽ ഈ ഘടകകക്ഷികൾക്കൊക്കെയാണ് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. CPIയുടെ പല നേതൃയോഗങ്ങളിലും അവർ തന്നെ ഉന്നയിച്ചൊരു കാര്യമാണ്, ആഭ്യന്തര വകുപ്പ് ഇത്രയധികം പഴി കേൾക്കുന്നു, മാത്രമല്ല ഒരു മുന്നണി അലയൻസ് അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് തുടങ്ങി പലതരത്തിലുള്ള വിമർശനങ്ങൾ അത് CPIക്ക് അടക്കമുണ്ട്. അതവർ പരസ്യമായി പലപ്പോഴും മുന്നണി യോഗത്തിലടക്കം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും മുഖ്യമന്ത്രിയുടെ ഏറ്റവും സുപ്രധാനമായ പോസ്റ്റിലിരിക്കുന്ന, മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ പദവിയിലിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ഏതെങ്കിലും തരത്തിൽ തൊടാൻ CPIമിനടക്കം കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു സാഹചര്യമല്ല ഉള്ളത്. കാരണം ഒരു സ്വതന്ത്ര MLA തെളിവുകളടക്കമുള്ള പശ്ചാത്തലത്തിൽ അത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP MR കുമാറിനെതിരെയും അതുവഴി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഉയർത്തിയിരിക്കുന്നു. അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണം അത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഗൗരവമായി പരിശോധിക്കണം എന്നുള്ള അഭിപ്രായം ശക്തമായി പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിക്കുന്നതും സർക്കാർ വിശ്വസിച്ചേൽപ്പിക്കുന്നതുമായ പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അത് വീഴ്ച വരുത്തുന്നു ചെയ്യുന്നതിനടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ആ ഗുരുതരമായിട്ടുള്ള പ്രശ്നം പാർട്ടിയിൽ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഒരു വഴിതുറക്കലായി PV അൻവറിന്റെ ആരോപണങ്ങളെയും PV അൻവറിന്റെ പരാതിയെയും CPIM കാണുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക്, അതായത് അൻവർ പരാതി നൽകി തൊട്ടടുത്ത നിമിഷം തന്നെ ആ പരാതിയിൽ ഒരു അന്വേഷണമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കണമെങ്കിൽ അത് ആ രീതിയിൽ കൂടിയുള്ള നീക്കമാണെന്ന് വിലയിരുത്തേണ്ടി വരും. അങ്ങനെയുള്ള രാഷ്ട്രീയ വിശകലനങ്ങളാണ് വരികയും ചെയ്തത്. മാത്രവുമല്ല ഈ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി കടക്കുന്ന ഒരു സുപ്രധാനമായ ഘട്ടമാണ് അത്. സംസ്ഥാന സമ്മേളനത്തോട് അടുക്കുമ്പോൾ MV ഗോവിന്ദൻ മാഷിന് തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ
ഈ ഗോവിന്ദൻ മാഷിനെതിരെ അടക്കം വിമർശനം ഉയരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. കാരണം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ തിരുത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഘടകകക്ഷികളും പാർട്ടിക്കുള്ളിലും ഉയർന്ന അഭിപ്രായം പരിഗണിച്ചുകൊണ്ടൊരു തിരുത്തൽ നടത്തിയില്ല എന്നുള്ള വിമർശനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കേൾക്കേണ്ടി വരും. അതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പൊട്ടിത്തെറികൾ വന്നാൽ പി ശശിയോട് ഒരു വിശദീകരണം തേടാം. അങ്ങനെ വിശദീകരണം തേടിയാൽ പോലും അത് തിരുത്തലിനുള്ള ആദ്യ വഴിയാണ്. മാത്രവുമല്ല വിമർശനങ്ങൾക്കുള്ള പ്രതിരോധമാണെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഇനി മുന്നോട്ട് പോക്ക് എങ്ങനെയെന്നുള്ള കാര്യം വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. താഴെത്തട്ടിലുള്ള CPM പ്രവർത്തകർക്ക് പോലും ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് പൊറുതിമുട്ടിയ സാഹചര്യം എന്നുള്ള വിലയിരുത്തൽ കൂടി CPM-നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയെ നേരിട്ട് തിരുത്താൻ കഴിയില്ല. പകരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ ചുമതല നിർവഹിക്കുന്ന ആളുകളെ തിരുത്തുക എന്നുള്ളത് പാർട്ടിക്കകത്തെ ഒരു ലക്ഷ്യമായി കൂടി നമുക്ക് വിലയിരുത്താൻ കഴിയും. വേണം ശരി, മുഖ്യമന്ത്രിയെ നേരിട്ട് തിരുത്താതെയുള്ള ഇടപെടലുകളിലേക്കാകും ഒരുപക്ഷെ നാളത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗം കടക്കുക എന്ന സൂചനയാണ് വരുന്നത്. ബി ദിലീപ് കുമാറും ഷഫീദ് റാവുത്തറുമാണ് വിശദാംശങ്ങൾ നൽകിയത്.